ഹലോ, എല്ലാവർക്കും എൻ്റെ ഈ ഈസി കാർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമായി നമുക്ക് ഇങ്ങനെയുള്ള ഈ രീതിയിലുള്ള ഒരു ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഈ ഇന്റർഫേസിൽ ഈ ടെംപ്ലേറ്റ്സിന്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം അക്കാഡ് ISO DWT സെലക്ട് ചെയ്യുക. അക്കാഡ് ISO DWT. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു 2D വർക്ക് സ്പേസ് നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് 3D വർക്ക് സ്പേസ് ആണ് ആവശ്യം. അതിനുവേണ്ടി നമ്മൾ ഈ സ്റ്റാറ്റസ് ബാറിലുള്ള ഈ വർക്ക് സ്പേസ് സ്വിച്ചിങ് എന്ന് പറഞ്ഞ ഈ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം 3D മോഡലിംഗ് സെലക്ട് ചെയ്യുക. ശേഷം ഈ അൺസേവ്ഡ് വ്യൂ ഇതിന്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം SC ഐസോമെട്രിക് സെലക്ട് ചെയ്യുക. ഈ UCS ഐക്കൺ ഈ കോർണറിലേക്ക് മാറ്റുവാനായി UCS ഐക്കൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ശേഷം നോ ഒറിജിൻ സെലക്ട് ചെയ്യുക. ഈ ഒരു ഓബ്ജക്റ്റ് ആണ് നാം 3D ആയി ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നാം ഫ്രണ്ട് UCS-ലാണ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ വേൾഡ് UCS-ൽ നിന്ന് ഇതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം ഫ്രണ്ട് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് 60-12 എന്ന യൂണിറ്റുകളിലുള്ള ഒരു റെക്ടാങ്കിൾ ഡ്രോ ചെയ്യാം. 60-12 ലൈൻ കമാൻഡ് സെലക്ട് ചെയ്യുക. ഓർത്തോൺ മോഡ് ഓൺ ചെയ്യുക. ഈ ഗ്രിഡ് മോഡ് ഓഫ് ചെയ്യുക. 60-12 then 60C 60C ക്ലോസ് ചെയ്യാനുള്ള C. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഓഫ്സെറ്റ് ചെയ്യണം. ഇതാ 21 യൂണിറ്റ് ഈ എഡ്ജും ഈ ലൈനും ഈ അടിയിലെ ലൈൻ 3 യൂണിറ്റും നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം. ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. ഓഫ്സെറ്റിന്റെ ഷോർട്ട്കട്ട് O ആണ്. O എൻ്റർ 21 എൻ്റർ സെലക്ട് ചെയ്യുക. ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. ഇനി 3 യൂണിറ്റ് ഇങ്ങോട്ട് എഴുതുക. 3 എൻ്റർ ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. ഇനി ഇത് ട്രിം ചെയ്യാം. ഈ ഭാഗം നമുക്ക് ട്രിം ചെയ്ത് കളയണം. അപ്പോൾ ട്രിമ്മിന്റെ ഷോർട്ട്കട്ട് TR ആണ്. TR എൻ്റർ ഇത് ട്രിം ചെയ്യാം. ഇതും ട്രിം ചെയ്യാം. എസ്കേപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് നമുക്ക് 50 യൂണിറ്റിലേക്കാണ് പ്രസ് പുൾ ചെയ്യേണ്ടത്. ഇത് നമുക്ക് പ്രസ് പുൾ ചെയ്യാം. 50 യൂണിറ്റിലേക്ക്. ഇതാണ് 50 യൂണിറ്റിലേക്ക് പ്രസ് പുൾ ചെയ്യാം. അപ്പൊ പ്രസ് പുൾ കമാൻഡ് എടുക്കുക. അകത്ത് ക്ലിക്ക് ചെയ്യുക. 50 എൻ്റർ. ഇപ്പൊ ഇത് 2D വയർ ഫ്രെയിമിലാണ് നാം കാണുന്നത്. ഇത് നമുക്ക് ഷെയ്ഡഡ് വിത്ത് എഡ്ജസിലേക്ക് ആക്കാം.
ഇനി അടുത്തത് നമുക്ക് ഈ ഭാഗമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ ഭാഗം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് 40 യൂണിറ്റ് ആണ്, ഇത് 50 യൂണിറ്റ് തന്നെയാണ്. അപ്പൊ 40, 50ന്റെ ഒരു റെക്ടാങ്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ അത് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് റൈറ്റ് യൂസേഴ്സിലാണ്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് യൂസേഴ്സിലാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഈ അൺഎയ്ബിൾഡ് വ്യൂവിൽ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റ് സെലക്ട് ചെയ്യുക. റൈറ്റ്. ഇനി ഇങ്ങനെ 50, 40 ന്റെ റെക്ടാങ്കിൾ നമുക്ക് വരക്കാം. ലൈൻ കമാൻഡ് എടുക്കുക. 50, 40, 50, സി ക്ലോസ് ചെയ്യാൻ സി. ഇനി ഇതിൽ നോക്ക് 16 യൂണിറ്റ് ഇങ്ങോട്ട് ഈ ലൈൻ ഓഫ്സെറ്റ് ചെയ്യുക. അടിയിലെ ലൈൻ ഓഫ്സെറ്റ് ചെയ്യുക. ഒപ്പം ഈ രണ്ട് ലൈനുകളും 16 യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. 16 യൂണിറ്റിലേക്ക് ഓഫ്സെറ്റ് ചെയ്യുക. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡിന് O ആണ്. O എൻ്റർ. 16 എൻ്റർ. ഇതിങ്ങോട്ട് 16 യൂണിറ്റ്, ഇതും ഇങ്ങോട്ട് 16 യൂണിറ്റ്, ഇതും ഇങ്ങോട്ട് 16 യൂണിറ്റ്. എസ്കേപ്പ് ചെയ്യുക. ഇനി ഈ ഭാഗം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിന് ഇവിടെ നോക്കുക, 2 സർക്കിൾ നമുക്ക് ഉണ്ടാക്കണം. ഈ സർക്കിള് 2 സർക്കിള് ശരിക്കും 9 യൂണിറ്റ് ആണ് ഇതിന്റെ ഈ വിഡ്ത്. അപ്പൊ 9 യൂണിറ്റ് ഡയമീറ്റർ ഉള്ള 2 സർക്കിളാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. 9 യൂണിറ്റ് ഡയമീറ്റർ ഉള്ള. അപ്പൊ സർക്കിൾ സെന്റർ ഡയമീറ്റർ സെലക്ട് ചെയ്യുക. ഈ ഇന്റർസെക്ഷൻ ചെയ്തിട്ട് 9 എൻ്റർ. ഇനിയും സെന്റർ ഡയമീറ്റർ സെലക്ട് ചെയ്യുക. 9 എൻ്റർ. ഇനി ഈ ലൈനുകളെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഭാഗം ഇങ്ങനെ ഫില്ലറ്റ് ചെയ്യണം. അത് 16 യൂണിറ്റ് റേഡിയസിലാണ് ഫില്ലറ്റ് ചെയ്യണത്. അപ്പോൾ ഫില്ലറ്റ് കമാൻഡ് എടുക്കാം. ഫില്ലറ്റിന്റെ ഷോർട്ട്കട്ട് F ആണ്. F എൻ്റർ. റേഡിയസിന് വേണ്ടി R എൻ്റർ. ഇനി നമുക്ക് 16 യൂണിറ്റ് ആണ് റേഡിയസ്. അപ്പൊ 16 എൻ്റർ. ഇനി 2 ഭാഗത്തും നമുക്ക് ഫില്ലറ്റ് ചെയ്യണം. ഈ 2 ഭാഗത്ത് ഫില്ലറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ കമാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഫില്ലറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ മൾട്ടിപ്പിളിന്റെ ഷോർട്ട്കട്ട് M ആണ്. M എൻ്റർ. ഇനി ഫില്ലറ്റ് ചെയ്യാം. ഇതും ഫില്ലറ്റ് ചെയ്യാം ഒപ്പം തന്നെ. എസ്കേപ്പ് ചെയ്യുക. അപ്പൊ ഈ ഭാഗം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഭാഗത്ത് നമുക്ക് ഇതൊരു ഷേപ്പാക്കി എടുക്കാനായിട്ട് ലൈൻ കമാൻഡ് ഉപയോഗിക്കുക. ഇതിന്റെ ഈ ക്വാഡ്രന്റിൽ നിന്ന് ഫസ്റ്റ് പിന്നെ സെക്കൻഡ് ലാസ്റ്റ് ലൈനിന്റെ ലാസ്റ്റ് വൺ ഈ ക്വാഡ്രന്റിലേക്ക് ആക്കുക. ഇനി അതുപോലെ തന്നെ ഈ സൈഡിൽ ക്വാഡ്രന്റ് ടു ക്വാഡ്രന്റ് ലൈൻ ജോയിൻ ചെയ്യുക. ഇനി ഇതിനകത്തുള്ള സർക്കിളിന്റെ ഭാഗം ട്രിം ചെയ്യുക. അപ്പൊ ട്രിമിന്റെ ഷോർട്ട്കട്ട് TR ആണ്. TR എൻ്റർ എൻ്റർ. അപ്പോൾ അത് ക്ലിയർ ആയി. ഇനി നമുക്കിത് പ്രസ്പ്ലേ ചെയ്യാറായി. ഇത് 9 യൂണിറ്റിലേക്കാണ് നമുക്ക് പ്രസ്പ്ലേ ചെയ്യേണ്ടത്.
പ്രസ് ഫുൾ കമാൻഡ് എടുക്കുക. ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യുക 9 എൻ്റർ. ഇനി നമുക്ക് മൂവ് ചെയ്യാം. ഇത് മൂവ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ പോർഷനിൽ കൊണ്ടുവെക്കാം. അപ്പം മൂവ് കമാൻഡ് എടുക്കാം. എം ആണ് ഷോർട്ട് കട്ട്. എൻ്റർ. സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഈ ബേസ് പോയിന്റ് ആയിട്ട് നമുക്ക് ഈ എൻ പോയിന്റ് എടുക്കുക. സെക്കൻഡ് പോയിന്റ് ആയിട്ട് ഈ എൻ പോയിന്റ് എടുക്കുക. അപ്പൊ നമ്മളത് മൂവ് ചെയ്ത് അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഭാഗമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതും ഈ റൈറ്റ് യൂസ്യത്തിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ആകെ 50 യൂണിറ്റ് ആണ്. പക്ഷെ അതിൽ നിന്ന് 12 യൂണിറ്റ് ഇത്രയും ഉണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ 50 - 12 എന്ന് പറയുന്നത് 38 ആണ്. 38 യൂണിറ്റിലുള്ള ഒരു ലൈനും ഇത് 50 യൂണിറ്റ് ആണ്. അപ്പൊ 38, 50 റെക്ടാങ്കിൾ നമുക്ക് വരക്കാം. 38, 50. ലൈൻ കമാൻഡ് എടുക്കുക. 38, 50. ഇനിയും 38. സി ക്ലോസ് ചെയ്യാൻ. സി എൻ്റർ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കി. ഇനി ഈ റെക്ടാങ്കിളിന്റെ ഈ പോയിന്റിൽ നിന്ന് 20 യൂണിറ്റ് ഓഫ്സെറ്റ് ചെയ്യുക. ഈ ലൈൻ 20 യൂണിറ്റ് ഓഫ്സെറ്റ് ചെയ്യുക. ഈ ലൈൻ 10 യൂണിറ്റ് ഓഫ്സെറ്റ് ചെയ്യുക. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. O എൻ്റർ. 20 എൻ്റർ. ഈ ലൈൻ 20 യൂണിറ്റിലേക്ക് ഓഫ്സെറ്റ് ചെയ്യുക. ഇനി ഈ ലൈൻ 10 യൂണിറ്റിലേക്ക് 10 എൻ്റർ. 10 യൂണിറ്റിലേക്കും ഓഫ്സെറ്റ് ചെയ്യുക. ഇതും 10 യൂണിറ്റിലേക്ക് ഓഫ്സെറ്റ് ചെയ്യുക. ഇവിടെയും അങ്ങനെ ഒരു സർക്കിൾ വേണം. അപ്പോൾ ഈ 10 യൂണിറ്റിലേക്ക് ഓഫ്സെറ്റ് ചെയ്യുക. എസ്കേപ്പ് ചെയ്യുക. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് ഈ ഇന്റർസെക്ഷൻ പോയിന്റ് കിട്ടി. നമുക്ക് ഈ സർക്കിൾ വരയ്ക്കേണ്ട ഇന്റർസെക്ഷൻ പോയിന്റ് 2 സ്ഥലത്തും കിട്ടി. ഈ സർക്കിള് 9 ഡയമീറ്റർ ഉള്ളതാണ്. 9 ഡയമീറ്ററുള്ള സർക്കിളാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ സർക്കിൾ കമാൻഡ് എടുക്കുക. സർക്കിൾ സെന്റർ ഡയമീറ്റർ എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇന്റർസെക്ഷൻ പോയിന്റ് ക്ലിക്ക് ചെയ്യുക. 9 എൻ്റർ. അടുത്ത സെന്റർ ഡയമീറ്റർ സെലക്ട് ചെയ്യുക. 9 എൻ്റർ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഈ ലൈൻ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നോക്കാം. ഈ ഭാഗത്തൊരു ഫില്ലറ്റ് ഉണ്ട്. 2 സൈഡിലും ഫില്ലറ്റ് ഉണ്ട്. ആ ഫില്ലറ്റിന്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 5 യൂണിറ്റ് ഫില്ലറ്റായി എടുക്കാം. ഓരോന്നിനും അളവ് തന്നിട്ടില്ല. 5 യൂണിറ്റ് ഫില്ലറ്റ്. അപ്പൊ ഇത് ഫില്ലറ്റ് ചെയ്യാം. ഇവിടെ 5 യൂണിറ്റ് ആയിട്ട് ഫില്ലറ്റ്. അപ്പൊ ഫില്ലറ്റ് കമാൻഡ് എടുക്കാം. എഫ് ആണ് ഷോർട്ട് കട്ട്. എഫ് എൻ്റർ. റേഡിയസിന് R എൻ്റർ. എത്രയാണ്? 5 യൂണിറ്റ് ആണ് റേഡിയസ് എടുക്കണം. 5 എൻ്റർ. ഇനി മൾട്ടിപ്പിൾ സെലക്ട് ചെയ്ത് രണ്ട് സ്ഥലത്ത് നമുക്ക് ഫില്ലറ്റ് ചെയ്യാം. മൾട്ടിപ്പിളിന്റെ ഷോർട്ട് കട്ട് M ആണ്. M എൻ്റർ. ഇനി നമുക്ക് ഫില്ലറ്റ് ചെയ്യാം. ഈ സൈഡിലും ഫില്ലറ്റ് ചെയ്യാം. എസ്കേപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഭാഗം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് ഇതുപോലെ തന്നെ 9 യൂണിറ്റിലേക്ക് പ്രസ് പുൾ ചെയ്യാം. പ്രസ് പുൾ കമാൻഡ് എടുക്കുക. അകത്ത് സെലക്ട് ചെയ്യുക. 9 എൻ്റർ. 9 യൂണിറ്റിലേക്ക് സെലക്ട് ചെയ്ത് ഇനി അത് മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുപോയി വെക്കാം. അപ്പൊ മൂവ് കമാൻഡ് എടുക്കാം. M ആണ് ഷോർട്ട് കട്ട്. M എൻ്റർ. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക.
ബേസ് പോയിന്റ് ഈ എൻ പോയിന്റ് സെലക്ട് ചെയ്യുക. സെക്കൻഡ് പോയിന്റ് ഇവിടുത്തെ ഈ എൻ പോയിന്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളവിടെ മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ 2D ലൈൻസ് എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഒന്ന് യൂണിയൻ ചെയ്യാം. ഒറ്റ ഓബ്ജക്റ്റ് ആക്കി എടുക്കുക. പല ഓബ്ജക്റ്റുകളാണ് യൂണിയൻ ചെയ്യാം. അപ്പോൾ യൂണിയൻ കമാൻഡ് ഇതാണ്. യൂണിയൻ സോളിഡ് യൂണിയൻ കമാൻഡ് പ്രസ് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഫുൾ സെലക്ട് ചെയ്യുക. ഈ ഓബ്ജക്റ്റുകളെല്ലാം സെലക്ട് ചെയ്യുക, എല്ലാം സെലക്ട് ചെയ്യുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഒറ്റ ഒബ്ജക്റ്റായി തീർന്നത്. ഇനി നമുക്ക് ഈ ഭാഗമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ ലൈൻ എത്ര യൂണിറ്റ് ആണെന്നുള്ളതാണ്. അത് നമുക്കറിയാം 60 യൂണിറ്റ് ആണ്. കാരണം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. എന്നാലും 60 യൂണിറ്റ്. ഈ 9 കൂടി ഇങ്ങൾ കൂടുന്നുണ്ട്. ഈ 9 വരെ ഇവിടുത്തെ 9 വരെ ഇങ്ങോട്ട് ഈ 9 വേണ്ട. അപ്പൊ ശരിക്കും ഇതും 60 യൂണിറ്റ് ആണ്. ഇത്രയും ഭാഗം 60 യൂണിറ്റ് ആണ്. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 38 യൂണിറ്റ് ആണ്. 50 - 12 38. അപ്പൊ 60ന്റെയും 38ന്റെയും ലൈനുകളാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് നമുക്ക് ഈ സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം. സർക്കിള് 24 ഡയമീറ്ററും 16 ഡയമീറ്ററിന്റെ സർക്കിളാണ്. ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ ഇത് റൈറ്റ് യൂസിയസിലാണ് കിടക്കുന്നത്. നമ്മളിത് ചെയ്യാൻ പോകുന്നത് ശരിക്കും ഫ്രണ്ട് യൂസിയസിലാണ്. അപ്പോൾ ഫ്രണ്ട് യൂസിയസ് സെലക്ട് ചെയ്യുക. അൺനെയിംഡ് ആരോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഫ്രണ്ട് സെലക്ട് ചെയ്യുക. ഇനി ആദ്യം നമുക്ക് സർക്കിളുകൾ ക്രിയേറ്റ് 2 സർക്കിളുകളും ക്രിയേറ്റ് ചെയ്യുക. ഡയമീറ്റർ 24ന്റെയും ഡയമീറ്റർ 16ന്റെയും സർക്കിളുകൾ. സെന്റർ ഡയമീറ്റർ എടുക്കാം. 24 ആദ്യം എടുക്കാം. ഡയമീറ്റർ 24. ഈ സെന്റർ ഡയമീറ്റർ എടുക്കാൻ ഡയമീറ്റർ 16. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇനി നോക്കാം. ഈ ലൈൻ ഈ സർക്കിളുകളുടെ സെൻറ്ററിൽ നിന്ന് 20 യൂണിറ്റ് താഴേക്ക് വന്നിട്ടാണ് ആരംഭിക്കുന്നത്. ഈ ലൈൻ ഉള്ളത് 20 യൂണിറ്റ്. അപ്പം നമുക്ക് ഈ സെൻറ്ററിൽ നിന്ന് ഒരു ലൈൻ വരക്കാം 20 യൂണിറ്റിലേക്ക്. കാരണം ഒരു റെഫറൻസ് ലൈനായിട്ട് ഈ ലൈൻ കിട്ടാൻ വേണ്ടിയാണ്. ഇതിനകം ഈ ലൈൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ റെഫറൻസ് ലൈനായിട്ട് 20 യൂണിറ്റ് താഴേക്ക് ഒരു ലൈൻ വരക്കാം. അപ്പോൾ ലൈൻ കമാൻഡ് എടുക്കാം. ഈ സെൻറ്ററിൽ നിന്ന് 20 യൂണിറ്റ് എൻ്റർ. അപ്പോൾ 20 യൂണിറ്റിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞു. ഇനി ഇത് ആകെ 60 യൂണിറ്റ് ആണ്. അതിൽ ഈ ഭാഗത്തേക്ക് 30 യൂണിറ്റ് ആണ്. നമുക്ക് ആദ്യം ഈ ഭാഗത്തെ 30 യൂണിറ്റ് ലൈൻ വരക്കാം. ലൈൻ കമാൻഡ് എടുക്കാം. ഇവിടെ നിന്ന് 30 യൂണിറ്റ് എൻ്റർ. ഇനി ഈ ലൈൻ നമുക്ക് ആവശ്യമില്ല. ഇത് റെഫറൻസ് ലൈനാണ്. ഈ നമുക്ക് ഈ പുറത്തുള്ള ഈ ലൈൻ കിട്ടാൻ വേണ്ടിയുള്ള റെഫറൻസ് ലൈനായിരുന്നത്. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാം. ഇനി ഇതിപ്പോൾ 30 യൂണിറ്റ് ഉള്ളു. ഇത് 60 യൂണിറ്റ് ആക്കണം. അപ്പോൾ അത് നമുക്ക് ലെങ്തൻ ചെയ്യാം. ലെങ്തൻ്റെ ഷോർട്ട് കട്ട് LEN ആണ്. ടോട്ടൽ 60 ആക്കണം. അപ്പോൾ LEN എൻ്റർ ചെയ്യാം. LEN എൻ്റർ. ടോട്ടലിന് വേണ്ടി T എൻ്റർ. ടോട്ടലാണ് വേണ്ടത്. T എൻ്റർ. ടോട്ടൽ എത്രയാണെന്ന് എൻ്റർ ചെയ്യുക. 60 ആണ്. 60 എൻ്റർ. ഇനി ഇത് സെലക്ട് ചെയ്യുക. ഈ ഭാഗം സെലക്ട് ചെയ്യുക. ഇപ്പം അത് 60 യൂണിറ്റിലേക്ക് ലെങ്തൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നോക്കാം. ഈ ഭാഗം നമുക്കറിയാം, നേരത്തെ പറഞ്ഞാണ് 50 - 12. അപ്പം 38 ആണ്.
അപ്പൊ നമുക്ക് ലൈൻ കമാൻഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് 38 എൻ്റർ. ഇനി ഈ ഭാഗം നമുക്ക് അളവ് പറയാനില്ല. ഈ പോയിന്റും നമുക്ക് ഇപ്പൊ കിട്ടിയിരുന്ന ലൈനിന്റെ ഈ എൻ പോയിന്റും ഈ സർക്കിളിന്റെ ടാൻജന്റും ബന്ധപ്പെടുത്തിയാൽ മതിയാവും. അപ്പൊ ലൈൻ എടുക്കുക, ഈ എൻ പോയിന്റ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എടുക്കുക, ഈ ടാൻജന്റ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് എടുക്കുക. ടാൻജന്റ് ഇനി ഇപ്പുറം ഈ ക്വാഡ്രന്റിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഈ പെർപെൻഡിക്കുലറിലേക്ക് ലൈൻ വരക്കാം. ഇങ്ങനെയുള്ള ലൈൻ ക്വാഡ്രന്റിൽ നിന്ന് നമുക്ക് വരക്കാം. ഈ ക്വാഡ്രന്റിൽ നിന്ന് പെർപെൻഡിക്കുലറിലേക്ക് നമുക്ക് മുട്ടിക്കാം. എൻ്റർ ചെയ്യാം. ഇനി നോക്കാം, ഇവിടെ ഇതുപോലെ തന്നെ ഒരു ഫില്ലറ്റ് ഉണ്ട്. ആ ഫില്ലറ്റ് 6 യൂണിറ്റ് ആണ്. 6 യൂണിറ്റ് റേഡിയസിൽ ഫില്ലറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ 6 യൂണിറ്റ് റേഡിയസിൽ ഫില്ലറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫില്ലറ്റ് കമാൻഡ് എടുക്കാം. എഫ് ആണ് ഷോർട്ട്കട്ട്. എഫ് എൻ്റർ. റേഡിയസിന് R എൻ്റർ. 6 ആണ്, 6 യൂണിറ്റ് ആണ്. അപ്പൊ 6 എൻ്റർ. ഇനി നമുക്ക് ഇത് രണ്ടും തിരഞ്ഞെടുക്കാം. ഈ രണ്ട് ലൈൻസും, ഒന്ന് ഇതും രണ്ട് ഇതും സെലക്ട് ചെയ്ത് എടുക്കാം. ഇത് ഫില്ലറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ ലൈൻ നഷ്ടപ്പെട്ടു, സാരമില്ല, നമുക്ക് പിന്നീട് വരച്ചാൽ മതിയാവും. ലൈൻ കമാൻഡ് എടുക്കുക, ഈ ഇവിടെ നിന്ന് മറ്റേ ഫില്ലറ്റ് ചെയ്ത സ്ഥലം യോജിപ്പിച്ച് ലൈൻ വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഫൈലും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രസ് ചെയ്യാം. ഈ ടു സർക്കിൾസ് നമുക്ക് പ്രസ് ചെയ്യുന്നത് 18 യൂണിറ്റിലേക്കാണ്. 18 യൂണിറ്റിലേക്ക്. ഈ ഭാഗം പ്രസ് ചെയ്യുന്നത് 8 യൂണിറ്റിലേക്കാണ്. അപ്പൊ ആദ്യം 8 യൂണിറ്റിലേക്ക് നമുക്കത് പ്രസ് ചെയ്യാം. ഇത് 8 യൂണിറ്റിലേക്ക് പ്രസ് ചെയ്യാം. ഇനി ഈ ഭാഗം അത് 18 യൂണിറ്റിലേക്കാണ് പ്രസ് ചെയ്യുന്നത്. ഇത് 18 യൂണിറ്റിലേക്ക് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തു 18 യൂണിറ്റിലേക്ക് പ്രസ് ചെയ്തു. ഇനി നമുക്കത് 5 യൂണിറ്റിലേക്ക് ഈ സിലിണ്ടർ ഭാഗം 5 യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യണം. അപ്പൊ ഈ മൂവ് കമാൻഡ് ഉപയോഗിക്കാം. എം ആണ് ഷോർട്ട്കട്ട്. എം എൻ്റർ. ഇനി സെലക്ട് ചെയ്യുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇവിടെ ബേസ് പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് 5 എൻ്റർ. അപ്പൊ 5 യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതും ഇതുപോലെ തന്നെ യൂണിയൻ ചെയ്യാം. ഒറ്റ ഒബ്ജക്റ്റ് ആക്കുക. ഇത് 2 ഒബ്ജക്റ്റ് ആണ്. ഇപ്പോൾ ഒറ്റ ഒബ്ജക്റ്റ് ആക്കാം. അതിന് യൂണിയൻ കമാൻഡ് എടുക്കുക, ഫുൾ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ട്. ഇനി നമുക്ക് ഇത് മൂവ് ചെയ്ത് ഈ ഭാഗത്ത് കൊണ്ടുവരണം. അപ്പൊ മൂവ് കമാൻഡ് എടുക്കാം. ഇനി എം ആണ് ഷോർട്ട്കട്ട്. എം എൻ്റർ. സെലക്ട് ചെയ്യുക, ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ബേസ് പോയിന്റ് ഈ ഒബ്ജക്റ്റിന്റെ ഈ മിഡ് പോയിന്റ്, ഈ ഭാഗത്താണ് ഈ മിഡ് പോയിന്റ് ആയിട്ട് എടുക്കുക. സെക്കൻഡ് പോയിന്റ് ഈ ഒബ്ജക്റ്റിന്റെ ഈ മിഡ് പോയിന്റ് ആയിട്ട് എടുക്കുക. എൻ്റർ ചെയ്യുക. അപ്പോൾ ശരിക്കും നമ്മളവിടെ കൃത്യമായത് മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ 2D ലൈൻസും സർക്കിളും ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പൊ നമ്മൾ ഈ ഒബ്ജക്റ്റ് അതേ രീതിയിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു വ്യത്യാസവും ഇല്ലാതെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് യൂണിയൻ ചെയ്യുക. ഇതിനകത്ത് പല ഒബ്ജക്റ്റും വേറെ വേറെ ആയിട്ടാണ്, ഇൻഡിവിജ്വൽ ഒബ്ജക്ട്സ് ഒക്കെയാണ് കിടക്കുന്നത്.
അപ്പോൾ യൂണിയൻ ചെയ്യാം. അപ്പോൾ യൂണിയൻ കമാൻഡ് എടുക്കുക. യൂണിയൻ കമാൻഡ് എടുത്ത് ക്ലിക്ക് ചെയ്ത് ഫുൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇപ്പോൾ കൃത്യമായിട്ടത് യൂണിയൻ ചെയ്ത് ഒറ്റ ഒബ്ജക്റ്റാക്കി എടുത്തു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു കാര്യം കൂടി ചെയ്യുക. കാരണം ഇതിനകത്ത് 2D ലൈൻസ് ഒക്കെ കിടപ്പുണ്ട്, അതെല്ലാം ഒഴിവാക്കാം. അതിന് എറേസ് കമാൻഡ് ഉപയോഗിക്കാൻ പറ്റും. എറേസിൻ്റെ ഷോർട്ട്കട്ട് ഇ ആണ്. ഇ എൻ്റർ. എന്നിട്ട് ഫുൾ സെലക്ട് ചെയ്യുക ആദ്യം. ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ ഓബ്ജക്റ്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ 2D ലൈൻസും എല്ലാം ഡിലീറ്റ് ആയി കഴിഞ്ഞു, എറേസ് ചെയ്ത് പോയി കഴിഞ്ഞു. ഇപ്പം നമ്മൾ കൃത്യമായിട്ട് ഈ ഓബ്ജക്റ്റ് തന്നെ കൃത്യമായി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഇതൊന്ന് കളർ ചെയ്യാം. കളർ ചെയ്യാനായിട്ട് നമ്മൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ടേബിൾ കിട്ടും. ഈ ടേബിളിൻ്റെ കളർ ബൈ ലെയർ സെലക്ട് ചെയ്യുക. അതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം സെലക്ട് കളർ ഉപയോഗിക്കുക. സെലക്ട് കളർ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഏത് കളർ വേണമെങ്കിലും ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഏത് കളറാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യുക. ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ അടിക്കുക. ഇനി എസ്കേപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്ലിക്ക് കളറും നമ്മൾ ഇതിന് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ കൃത്യമായി നമ്മൾ ഈ ഒബ്ജക്റ്റ് അതേ രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.